മാസ്റ്റർ കീയുടെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കടന്നാലോ? സോ നോക്കാം, എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? TP Ghosh has defined accounting standard as under accounting standard are the policy documents issued by the recognized expert accountancy body relating to the various aspects of measurement, treatment and disclosure of accounting transaction and events. അല്ലേ? ഇപ്പോൾ നമ്മൾ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ആർ ദ പോളിസി ഡോക്യുമെൻറ്റ്സ്. എങ്ങനെ പറയാം നമുക്ക്? ഇറ്റ്സ് എ പോളിസി ഡോക്യുമെൻറ്റ്സ്. അതായത് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട എന്താണ് വേരിയസ് ആസ്പെക്റ്റുകളെ പറ്റിയിട്ടാണ് എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത്. സോ ആർ ദ പോളിസി ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ ദ റിക്കഗ്നൈസ്ഡ് എക്സ്പേർട്ട് അക്കൗണ്ടിങ് ബോഡി. അതെന്താണ്? പറയുന്നതാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആസ്പെക്റ്റുകൾ എന്ന് പറയുന്നത്. അത് ഫോർമുലേറ്റ് ചെയ്തത് വളരെ എക്സ്പേർട്ടായിട്ടുള്ള അക്കൗണ്ടൻസി ബോഡിയാണ്. എന്താണ്? എന്തിനെ പറ്റിയിട്ടാണ്? ഇറ്റ്സ് റിലേറ്റിംഗ് ടു ദ വേരിയസ് ആസ്പെക്ട്സ്. ഇപ്പം നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് എങ്ങനെ അതിൻ്റെ മെഷർമെൻറ്റ് അതിനെങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഗൈഡ് ലൈൻസ് ആണ് നമുക്കിവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലൂടെ പറയാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊരു ഡെഫിനിഷനാണ്, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സോ ഹിയർ ഗ്യാപ്പ്. എന്താണ് ഗ്യാപ്പ്? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇറ്റ് റെഫേഴ്സ് ടു എ കോമൺ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് that a business reporting entity must follow when it prepare and presents its financial statements. ഒരു ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർ ഉറപ്പായിട്ടും എൻഷുർ ചെയ്തിരിക്കണം അവർ ആ ഒരു ട്രാൻസാക്ഷൻസ് അവർ റെക്കോർഡ് ചെയ്യുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കമ്പൈൽ ചെയ്താണോ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നവിടെ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓതോറിറ്റി സ്റ്റാൻഡേർഡ്സ്. അതായത് എന്താണ്, നമ്മൾ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ. നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സെറ്റ് ഓഫ് പ്രാക്ടീസ് അല്ലേ, സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ദ കോമൺലി അക്സെപ്റ്റഡ് വേ ഓഫ് റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ഒരു പർട്ടിക്കുലർ ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യാനുള്ളതാണോ ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ്? അല്ല. ഈ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് കോമൺ ആയിട്ട് എന്ത് ചെയ്യണം? എല്ലാവരും എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്യേണ്ട സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ്. അറ്റ് ഇൻ്റർനാഷണൽ ലെവൽ സച്ച് അതോറിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് ആർ നോൺ ആസ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇൻ ഇന്ത്യ അതോറിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് നെയ്മഡ് ആസ് AAS ആൻഡ് ഇന്ത്യൻ AAS, ഇന്ത്യൻ AAS. അപ്പം അതായത് നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇതിനോടൊപ്പം നമുക്ക് ആഡ് ചെയ്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ പറയാമല്ലോ ഗ്യാപ്പ്. ഇതാണ് ഗ്യാപ്പ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലേ? കുറച്ച് മുകളിലോട്ട് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ അല്ലേ? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അപ്പം നമുക്കിത് നാഷണൽ ഗ്യാപ്പും ഉണ്ട്, നാഷണൽ ഗ്യാപ്പും നമുക്കിവിടെ പറയാം, അതുപോലെ ഇൻ്റർനാഷണൽ ഗ്യാപ്പും ഉണ്ട്. ഓക്കെ, നാഷണലും ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഗ്യാപ്പും നമുക്ക് പറയാം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഗ്യാപ്പ്, നാഷണൽ ഗ്യാപ്പും നമുക്ക് ഇൻ്റർനാഷണൽ ഗ്യാപ്പും പറയാം. നാഷണൽ ഗ്യാപ്പാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നാഷണൽ ഗ്യാപ്പാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അതായത് ഒരു പർട്ടിക്കുലർ നാഷൻ മാത്രം ഫോളോ ചെയ്യുന്നതായിരിക്കും നാഷണൽ ഗ്യാപ്പ്. ഇൻ്റർനാഷണൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പം ഒന്നിൽ കൂടുതൽ രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് IAS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്യാപ്പ് രണ്ടായിട്ട് തിരിക്കാം. നാഷണൽ ഗ്യാപ്പും ഉണ്ട്, ഇൻ്റർനാഷണൽ ഗ്യാപ്പും ഉണ്ട്. ഇതിൽ നാഷണൽ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ കൺട്രി ഫോളോ ചെയ്യുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഇനി ഇൻ്റർനാഷണൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. UK, യൂറോപ്പ് പോലെയുള്ള ഒന്നിൽ കൂടുതൽ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നതാണ്. ഇതിൽ
ഈ പറയുന്ന IASന്റെ ന്യൂ വേർഷനാണ് IFRS എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ പറയുന്ന IASന്റെ ന്യൂ വേർഷനാണ് എന്തെന്ന് പറയുന്നത്? IFRS എന്ന്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ന്യൂ വേർഷനാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ, IFRS എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന IFRS, ഓക്കെ, ഈ പറയുന്ന IFRSൽ ഇപ്പോൾ IFRS എന്ന് പറയുമ്പോൾ ശരിക്കും ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന ഒരു യൂണിഫോമിറ്റി അച്ചീവ് ചെയ്യുക അല്ലെ, മൊത്തത്തിൽ എന്താണ് ഓൾ ഓവർ ദ വേൾഡ് ഒരു സെറ്റ് ഓഫ് എന്താണ് മെത്തേഡ്സുകൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സുകൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നത് അല്ലേ. അപ്പോൾ ഓർത്തോളുക, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ന്യൂ വേർഷനാണ് IFRS എന്ന് പറയുന്നത്. ഈ IFRS ഇപ്പോൾ 2 രീതിയിലുണ്ട്. അതായത് IFRS 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം. അഡോപ്ഷൻ ടെക്നിക്കും ഉണ്ട്, കൺവേർജൻസും ഉണ്ട്. അഡോപ്ഷൻ ടെക്നിക്കും ഉണ്ട്, കൺവേർജൻസും ഉണ്ട്. അഡോപ്ഷൻ എന്ന് വെച്ചാൽ എന്താണോ IFRSൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ അത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇപ്പോൾ ചില കൺട്രീസ് എന്ത് ചെയ്യും, മോഡിഫൈ ഒന്നും വരുത്തില്ല, അതേപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ യൂസ് ചെയ്യാം ഇഫ് വി ചൂസ് അഡോപ്ഷൻ ആണ് എങ്കിൽ. ഇനി കൺവേർജൻസ് എന്ന് വെച്ചാൽ നമ്മൾ കൺവേർജൻസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുറച്ച് മോഡിഫൈ ചെയ്യും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മുടെ ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു IFRS അതേപോലെ തന്നെ അഡോപ്റ്റ് ചെയ്യാതെ അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മളത് കൺവേർജൻസ് ടെക്നിക്കാണ് അഡോപ്റ്റ് ചെയ്തതെന്ന് പറയാം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് എന്താണ് ഈ പറയുന്ന കൺവേർജൻസ് സ്കീമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ IFRSൻ്റെ കൺവേർജൻസ് ഫോമാണ് IFRSൻ്റെ കൺവേർജൻസ് ഫോമാണ് എന്ത്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്തില്ല, IFRS അതേപടി കോപ്പി ചെയ്തോ ഇല്ല, നമ്മളതിനെ മോഡിഫൈ ചെയ്താണ് എടുത്തത്. സോ മോഡിഫൈ ചെയ്ത വേർഷനാണ് എന്താണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും, കാരണം നമുക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, എന്താണ് IAS, എന്താണ് IFRS, എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നുള്ളത്. അപ്പം ഇത് ക്ലാരിറ്റി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒന്നും കൂടി എന്ത് ചെയ്യാം, നമുക്ക് ഒന്നും കൂടി ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഞാനൊരു ഗ്രാഫ് പോലെ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഗ്യാപ്പ് 2ആയിട്ട് നമുക്ക് തിരിക്കാം. എങ്ങനെയാണ്, ഇപ്പം നാഷണൽ ഗ്യാപ്പ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഗ്യാപ്പ്. ഓക്കെ, ഈ നാഷണൽ ഗ്യാപ്പിലാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പം ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് UK അതുപോലെ നമ്മൾ യൂറോപ്പൊക്കെ ഫോളോ ചെയ്തതാണ്. അതിൻ്റെ തന്നെ ഒരു ന്യൂ വേർഷനാണ് അല്ലേ. ഒന്നിൽ കൂടുതൽ കൺട്രീസ് ഫോളോ ചെയ്യുമ്പോൾ അത് ഇൻ്റർനാഷണൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആവും. അതിൻ്റെ ഒരു ന്യൂ വേർഷനാണ് IFRS എന്ന് പറയുന്നത്. IFRS തന്നെ എന്തുണ്ട്, 2 തരത്തിൽ നമുക്കതിനെ എന്ത് ചെയ്യാം, അഡോപ്റ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ അഡോപ്ഷൻ ടെക്നിക്ക് തന്നെയാണ്, അല്ലെങ്കിൽ കൺവേർജൻസ് മോഡിലാണ്. ഈ 2 മോഡുമാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ ഈ IFRSൻ്റെ തന്നെ കൺവേർജൻസ് ആണ് എന്ത് ചെയ്തത്, ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത്. സോ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ കൺട്രി മാത്രമല്ലേ, സോ അതാണ് അത് നാഷണൽ ഗ്യാപ്പിൻ്റെ കീഴിൽ വന്നത്. സോ ഇന്ത്യൻ AS എന്ന് പറയുന്നത് നാഷണൽ ഗ്യാപ്പിൻ്റെ കീഴിൽ തന്നെ വരും. എന്നാൽ അത് IFRS എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർജൻസ് മോഡിൽ നമ്മൾ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് IFRSൻ്റെ മോഡിഫൈഡ് വേർഷനാണ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇന്ത്യൻ AS എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. AS, IAS, IFRS, ഇന്ത്യൻ AS.
ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ, ഒരുപാട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞാനിതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ലിസ്റ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ ഒരു ഐഡിയ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒരു ചാർട്ട് നിങ്ങളത് ഓർത്ത് വയ്ക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കാം. ഇന്ത്യൻ AS, IAS, IFRS നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അല്ലേ, ഇതിപ്പോൾ ഒന്നാണോ എന്നാണ് ഡിഫറൻസ് എന്താണെന്നുള്ളൊരു എപ്പോഴും ഒരു ഡൗട്ട് ഈ ഒരു കേസിൽ ഉണ്ടാവാം അല്ലേ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് പഠിക്കുവാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ. ശരി, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. സോ കണ്ടോ, ഇൻ ഇന്ത്യ അതോറിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ് നെയിംഡ് ആസ് AS ആൻഡ് ഇന്ത്യൻ AS അല്ലേ. അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്ത് ആ ഒരു ചാർട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ബാക്കി പോയിന്റ്സുകളൊക്കെ എന്താണ് ഒരു മീൻ ചെയ്യുന്നതെന്നുള്ളൊരു ക്ലിയർ ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം നമുക്കിനി ഓരോരുത്തരായിട്ട് ഇൻഡിവിജ്വലി നോക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, IFRS മുതലായ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കി പോകാം. സോ ഫസ്റ്റ് വൺ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ദ റിട്ടൺ പോളിസി ഡോക്യുമെൻറ്റ്സ്. റിട്ടൺ പോളിസി ഡോക്യുമെൻറ്റ്സ് എങ്ങനെ ആയിരിക്കണം അല്ലേ എന്നുള്ളത് നമ്മൾ കൃത്യമായി എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇഷ്യൂഡ് ബൈ ദ ഗവൺമെൻറ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് അതർ റെഗുലേറ്ററി ബോഡീസ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ അഫയേഴ്സിൻ്റെ സപ്പോർട്ടോടെ തന്നെയാണ്. ഇഷ്യൂയിങ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർ കോർപ്പറേറ്റ്സ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി അല്ലേ. ഇഷ്യൂയിങ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർ കോർപ്പറേറ്റ്സ് എന്തിൻ്റെ ബേസിലാണ്? ഇൻ ദ കൺസൾട്ടേഷൻ വിത്ത് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ കൺസൾട്ടേഷനോട് കൂടിയാണ് കോർപ്പറേറ്റ്സുകളിൽ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. The Council of ICA has so far issued 29 accounting standards. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ 32 ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ചിലത് merge ചെയ്ത് വിഡ്രോ ചെയ്ത് ഇപ്പോൾ നമുക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ICAയുടെ 29 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് പറയുന്നത്. കവറിംഗ് ദ ഫോളോവിങ് ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ്? കവറിംഗ് ദ ഫോളോവിങ് ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. റിക്കഗ്നിഷൻ ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ് അല്ലേ, നമ്മൾ മെഷർമെൻറ്റ്, പ്രസൻറ്റേഷൻ എല്ലാം വരുന്നുണ്ട്. സോ റിക്കഗ്നിഷൻ ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ്, മെഷർമെൻറ്റ് ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ്, പ്രസൻറ്റേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് റിക്വയർമെൻറ്റ് അല്ലേ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ കവർ ചെയ്യുന്നത്. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നുള്ളത് നമുക്ക് ലിസ്റ്റ് ചെയ്ത് ഞാൻ പറയാം കേട്ടോ. സോ നമുക്ക് ആദ്യം എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം അല്ലേ, ഒരു ഇൻട്രൊഡക്ഷൻ പോർഷനാണ്. വാട്ട് യു മീൻ ബൈ IFRS, വാട്ട് യു മീൻ ബൈ AS അല്ലേ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യണം, ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ഹിയർ IFRS, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. എന്താണ്? ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആർ കൺസിഡേർഡ് എ പ്രിൻസിപ്പിൾ ബേസ്ഡ് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്. ഇതെന്താണ്? ഇറ്റ്സ് നോട്ട് റൂൾ ബേസ്ഡ്, സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് അല്ലേ. ഫസ്റ്റ് നിങ്ങൾ അതിൻ്റെ എക്സ്പാൻഷൻ തന്നെ പഠിക്കുക. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്, അതായത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ന്യൂ വേർഷനാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. ആർ കൺസിഡേർഡ് എ പ്രിൻസിപ്പിൾ ബേസ്ഡ് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്. IFRS are principle based, not rule based. ഇനി ആരാണ് ഇത് ഇഷ്യൂ ചെയ്തത്? IASB ആണ്. IASB എന്താണ്? IASB ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് IFRS കൊണ്ടുവന്നത്, ഇഷ്യൂ ചെയ്തത്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ IASB, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. These are issued with the intention of applying these standards across the globe on a consistent base. ഒരു യൂണിഫോമിറ്റി, ഒരു ട്രാൻസ്പെറൻസി ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് അവിടെ എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. It ensures high quality transparent reporting that would ensure the comparability among the entities across the globe. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ കൺസിസ്റ്റൻസി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. എന്താണ് കൺസിസ്റ്റൻസി? നമുക്കിപ്പോൾ ഒരേ രീതിയിൽ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ വളരെ ഈസി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നാൽ ഇപ്പോൾ എല്ലാവരും ഒരേ രീതിയിലാണത് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കമ്പാരിസൺ വളരെ ഈസിയാണ് അല്ലേ. അക്രോസ് ദ വേൾഡ് എല്ലാവരും ഒരേ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒരു യൂണിഫോമിറ്റി അച്ചീവ് ചെയ്യുന്നതിലൂടെ
നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഈസി കമ്പാറ്റബിലിറ്റിയും നമുക്കവിടെ എൻഷുർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ഒരു ഒബ്ജക്റ്റീവും ഇതിൻ്റെ പുറകിൽ ഉണ്ട്. സോ IFRS. ഇനി ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഇൻ്റർനാഷണൽ ഗ്യാപ്പിൽ നമ്മൾ പറഞ്ഞ 2 ടേമുകളുണ്ട് അവിടെ. ഇൻ്റർനാഷണൽ ഗ്യാപ്പിൽ IASഉം IFRSഉം നമ്മൾ പറഞ്ഞല്ലോ. സോ നമുക്ക് അതൊന്നും കൂടെ ക്ലാരിഫൈ ചെയ്താലോ? നമ്മൾ ആ ചാർട്ടിൽ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാം. IAS and IFRS. London-based group, namely the International Accounting Standard Committee, issued the International Accounting Standard. എന്താ പറഞ്ഞു വരുന്നത്? ഈ IASന്റെ പുറകിലുള്ള ആൾ ആരാണ്? IASന്റെ പുറകിലുള്ളത് IASC ആണ്. IAS ഇഷ്യൂ ചെയ്തത് ആരെന്നാണ് പറയുന്നത്? ലണ്ടൻ ബേസ്ഡ് ഗ്രൂപ്പ്. പേരെന്താണ്? ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി. ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി. ഓക്കെ, നോട്ട് ബോർഡ്, കമ്മിറ്റി. അപ്പോൾ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കൊണ്ടുവന്നിട്ടുള്ളത്. IAS issued to promote acceptance and observance of international accounting standards worldwide. അതും എന്താണ്, ഒരു ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നുള്ള രീതി തന്നെയാണ്. പക്ഷേ അത് കോമൺ ആയിട്ട് ഫോളോ ചെയ്തിരുന്നത് UK, യൂറോപ്പ് കൺട്രീസ് ആണ്. യൂറോപ്പിലെ കുറച്ച് കൺട്രീസ് ആണ് എന്താണ് ഇത് ഫോളോ പോകുന്നത്. സോ between 1997 and 1999, IASC, that means International Accounting Standard Committee, restructured their organization, which resulted the formation of International Accounting Standard Board. Okay, അപ്പോൾ എന്ത് ചെയ്തു? ഈ പറയുന്ന IASC എന്ത് ചെയ്തു? പേര് മാറി. ആ കമ്മിറ്റി അത്ര സുഖമില്ലാന്ന് തോന്നുന്നു അല്ലേ? അവർക്ക് എന്ത് ചെയ്തു? അവർ ആ കമ്മിറ്റി എന്നുള്ള പേര് മാറ്റി അങ്ങ് ബോർഡാക്കി. അത്ര വ്യത്യാസമേ ഉള്ളൂ. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്നുള്ളത് ബിറ്റ്വീൻ 1997-99 അവരത് റീസ്ട്രക്ചർ ചെയ്ത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്നാക്കി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? ശരിക്കും IAS ഇൻ്റർനാഷണൽ ഗ്യാപ്പിൽ നമ്മൾ ഫസ്റ്റ് ലിസ്റ്റിൽ പഠിച്ച IAS കൊണ്ടുവന്നത്, ഇഷ്യൂ ചെയ്തത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയാണ്. ലണ്ടൻ ബേസ്ഡ് ഗ്രൂപ്പാണ്. ദെൻ 97-99 ഈ പറയുന്ന കമ്മിറ്റി റീസ്ട്രക്ചർ ചെയ്ത് പുതിയൊരു പേരിലോട്ടാക്കി എന്ത് ചെയ്തു? ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്നാക്കി. ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡാണ് ആരെ കൊണ്ടുവന്നത്? IFRS. എന്ത് ചെയ്തു? നമ്മുടെ എല്ലാവരും പുതിയ വേർഷനിലോട്ട് ചാടി അല്ലേ? കമ്മിറ്റി ബോർഡ് ആയി. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഫോർമുലേറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? കൂടെ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തു? IFRSഉം അവിടെ എന്ത് ചെയ്തു? ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു പുതിയ വേർഷൻ അവിടെ എന്ത് ചെയ്യുവാണ്? ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് IFRSൻ്റെ പുറകിൽ ആരാണ് നമ്മൾ പഠിക്കുന്നത്? ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. സോ ഇതാണ് അതിൻ്റെ ഒരു കണക്ഷൻ. IASഉം IFRSഉം തമ്മിലുള്ള ഒരു കണക്ഷൻ ഇതാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. So between 1997 and 1999, International Accounting Standard Committee restructured their organization, which resulted in the formation of International Accounting Standard Board, IASB. നമ്മൾ കമ്മിറ്റിയെ ബോർഡ് എന്നാക്കി. So IASB came into effect on, ചോദിക്കാം, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ April 1, 2001 April 1, 2001. IASC is presently known as, ഇപ്പോൾ എന്താണ് നമ്മൾ ബോർഡ് എന്നാണോ വിളിക്കുന്നത്? ആണ്. കമ്മിറ്റി മാറി IASCയെ നമ്മൾ IASB എന്നാണ് ഇപ്പോൾ നമ്മൾ വിളിക്കുന്നത്. IASB issued its standard in a series of pronouncement called International Financial Reporting Standards. അങ്ങനെ പേര് മാറി, മൊത്തത്തിൽ സ്ട്രക്ചർ മാറി. സോ നമ്മുടെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു പുതിയ വേർഷൻ തന്നെ എന്ത് ചെയ്തു? ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് IFRS എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻ പിടികിട്ടിയില്ലേ? എന്താണ് AS, എന്താണ് IAS, അതിൽ നിന്ന് IAS എങ്ങനെ IFRS ആയിട്ട് മാറി?
സോ IFRS നിന്ന് എങ്ങനെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലോട്ട് അത് വന്നു, കൺവേർജൻസ് ത്രൂ ആണ് എന്നുള്ള കാര്യങ്ങൾ പിടികിട്ടിയല്ലോ അല്ലേ. സോ നമുക്കിനി നോക്കാം. ഇന്ത്യൻ AS അല്ലേ, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് പറയുന്നത്. The Government of India in consultation with the ICA decided to converge the not to adopt IFRS issued by the IASB. International Accounting Standard Board ഇഷ്യൂ ചെയ്ത IFRS അതേപടി അഡോപ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്തില്ല, ഇന്ത്യ തീരുമാനിച്ചില്ല അല്ലേ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചില്ല അല്ലേ, ആ IFRS അതേപോലെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചില്ല. They decide to converge, അതിനെ കൺവേർജ് ചെയ്ത് എടുക്കാൻ തീരുമാനിച്ചു, മോഡിഫൈ ചെയ്ത് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് IFRSൻ്റെ എന്താണ് ഇന്ത്യ. അപ്പോൾ IFRSൽ നിന്ന് നമ്മളൊരു നാഷണൽ ഗ്യാപ്പ് അവിടെ എന്ത് ചെയ്യുവാണ്, ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുവാണ് അല്ലെ, നമ്മുടെ കൺട്രിക്ക് വേണ്ടി മാത്രം. സോ IFRSൽ നിന്ന് കൺവേർജ് ചെയ്തതാണ് എന്ത്, ഇന്ത്യൻ AS എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് മോഡിഫൈഡ് വേർഷൻ ഓഫ് IFRS ആണ് ഇന്ത്യൻ AS എന്ന് പറയുന്നത്. The Indian Accounting Standard Indian AS is notified under Section 133 of the Companies Act 2013. എവിടെ പറയുന്നുണ്ട്, the Indian Accounting Standard as notified under Section 133 of the Indian Companies Act 2013. It have been formulated keeping the Indian economic and legal economic in view. Indian Accounting Standard are IFRS converged standards issued by the Central Government of India. എന്താണ് ഇന്ത്യൻ AS എന്ന് പറയുന്നത് ആരുടെ ഫോമാണ്, IFRSൻ്റെ കൺവേർജ്ഡ് ഫോമാണ്. ദാറ്റ്സ് ഓൾ. നമ്മളെ തുടക്കത്തിൽ ആ ചാർട്ട് നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങൾക്കൊരു റിവിഷൻ പോലെ ആയിരിക്കും തോന്നുക. കാരണം നമ്മൾ ഓവറോൾ അതിൻ്റെ ഒരു പിക്ചർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് ഇത് വായിക്കുമ്പോൾ എന്താണ്, ഇതൊരു ഐഡിയ ഇല്ലാതെ പഠിച്ചാലും നമുക്കിത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. പക്ഷെ നമുക്കൊരു ക്ലിയർ ഐഡിയ ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി. സോ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആർ എന്തിൻ്റെ വേർഷനാണ്, IFRS കൺവേർജ്ഡ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർ ദ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ICA. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ICA ഉണ്ട്, കൂടെ നമ്മുടെ എന്താണ് NFRAയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഇൻട്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അതൊന്ന് നോക്കിയാലോ. സോ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? സോ നമ്മൾ ഗ്യാപ്പ് നോക്കി. സോ നമ്മൾ അതിൻ്റെ ആ ഒരു എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡെറിവേഷൻ നിങ്ങൾക്കത് മനസ്സിലാവുക. സോ ഇന്ത്യൻ AS അത് നാഷണൽ ഗ്യാപ്പിൻ്റെ കീഴിൽ വരാൻ അത് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. സോ കൺവേർജൻസ് IFRS എന്താണ്, IFRSൻ്റെ കൺവേർജ്ഡ് എന്താണ് ഫോമാണ് ഇന്ത്യൻ AS എന്ന് പറയുന്നത്. ഇത് മനസ്സിലായല്ലോ അല്ലേ. സോ ഗ്യാപ്പ് നമ്മൾ പറഞ്ഞു. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ AS അഡോപ്റ്റ് ചെയ്തതും നേരത്തെ പറഞ്ഞ പോലെ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയും ICAയും കൂടെ ചേർന്നിട്ട് തന്നെയാണ് ഇന്ത്യൻ ASും അവിടെ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ IFRS, then IAS, International Accounting Standard was IFRS. So what do you mean by Indian Accounting Standard? സോ അപ്പോൾ നമ്മൾ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് എക്സാമിന് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്നുള്ള രീതിയിൽ അത്തരത്തിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം. പക്ഷെ കൂടുതലും എന്താണ്, ഇപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 എന്താണ്, 12 എന്താണ്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരും അല്ലേ. അപ്പോൾ അതിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് IASും ASും ഒക്കെ ചോദിക്കാം, IFRSും ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഞാനിപ്പോൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുന്നേ ഉള്ള എന്താണ് പ്രീ റിവൈസ്ഡ് അതായത് മീൻസ് റിവിഷൻ മോഡിഫൈ ചെയ്യുന്നതിന് മുന്നേ ഉള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും then അത് കഴിഞ്ഞിട്ടുള്ളതും IFRSും എല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ലിസ്റ്റ് ഓഫ് പ്രീ റിവൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ പേര് മാത്രമേ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളിലോട്ട് പോകുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാം എന്ത് ചെയ്യുക, അതിൻ്റെ എല്ലാ എന്താണ് സ്റ്റാൻഡേർഡ്സുകളും ഏതൊക്കെയാണെന്നുള്ളതൊന്നും ബൈ ഹാർട്ട് ചെയ്യണം. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, 2 വാലുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്, 3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഓർത്തോണം, ഹെഡിങ് മറക്കരുത്. ഇറ്റ്സ് പ്രീ റിവൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്, നമ്മൾ തുടക്കത്തിലുള്ള ആദ്യത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. 3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്,
4 contingencies events occurring after the balance sheet date. 5 net profit or loss for the period, prior period items and changing in accounting policies. 6 depreciation accounting ആണ്, depreciation ഇത് പിന്നീട് ഇത് merge ആയിട്ടുണ്ട്. 7 construction of contract AAS. അപ്പോൾ എടുത്ത് തന്നെ ചോദിക്കാം, ഇന്ത്യൻ AAS ആണെങ്കിൽ അങ്ങനെ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രീ റിവൈസ്ഡ് ആണെങ്കിൽ അങ്ങനെ. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 construction of contract, 8 accounting for research and development, then revenue recognition. ചിലതൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത് ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 9 revenue recognition. 10 property plant equipment accounting for fixed asset. 11 the effect of change in foreign exchange rates. 12 accounting for government grants. 13 accounting for investment. 14 accounting for amalgamation. 15 employee benefits. 16 borrowing cost. അപ്പോൾ ഇതിൽ ഞാനതിൽ ഇപ്പോൾ നമുക്ക് പഴയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഞാനത് റിപ്പീറ്റ് പറയുന്നതല്ല, അപ്പോൾ നമുക്ക് യൂഷ്വലി നമ്മുടെ എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളുണ്ട്. അപ്പോൾ മാറിയും ചോദിക്കാം, പക്ഷേ എന്നാലും ഞാൻ എന്ത് ചെയ്യുവാണ്, മുന്നേ ചോദിച്ചിട്ടുള്ള ചില അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളാണ് ഞാനിവിടെ എന്ത് ചെയ്യുന്നത്, മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ നോക്കണം എന്നാലും. സോ അമാൽഗമേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് കോൺട്രാക്റ്റ്, പിന്നെ നമ്മൾ ദെൻ റവന്യൂ റിക്കഗ്നിഷൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കിക്കോണം കേട്ടോ. ഇതൊക്കെ നമുക്കങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ചോദിച്ചിട്ടുള്ളതാണ് എക്സാമിന്. പിന്നെ എന്താണ്, 16 ബോറോവിങ് കോസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്, റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷറാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 18. ഏർണിംഗ് പെർ ഷെയർ, ലീസസ് ഓർത്തോണം, 19 ലീസസ് ആണ്, 20 ഏർണിംഗ് പെർ ഷെയർ ആണ്, ഓർത്തോളുക. ദെൻ 21 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. 22 അക്കൗണ്ടിങ് ഫോർ ടാക്സസ് ഓൺ ഇൻകം. 23 അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് അസോസിയേറ്റ്സ് ഇൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. 24 ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. 25 ഇൻറ്റീരിയം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. 26 ഇൻടാഞ്ചിബിൾ അസറ്റ്. 27 ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ജോയിൻറ്റ് വെഞ്ചേഴ്സ്. ദെൻ 28 ഇമ്പയർമെൻറ്റ് ഓഫ് അസറ്റ്. 29 പ്രൊവിഷൻസ്, കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിൻജൻറ്റ് അസറ്റ്. 30 എന്താണ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് റിക്കഗ്നിഷൻ മെഷർമെൻറ്റ്. 31 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ പ്രസൻറ്റേഷൻ ആണ്. ദെൻ ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് 32. അപ്പോൾ ഇത്രയും ഇല്ല ശരിക്കും, ഇതൊക്കെ പ്രീ റിവൈസ്ഡ് ആണ്. ഞാൻ മൊത്തം ലിസ്റ്റ് കൊടുത്തിരിക്കുവാണ്, ഇതെല്ലാം മെർജ് ആയതും വിഡ്രോ ആയതെല്ലാം ഉണ്ട്. സോ ഇത് പ്രീ റിവൈസ്ഡ് ആയിട്ടുള്ളതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് പ്രീ റിവൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച കാര്യങ്ങളാണ് ഞാനതിൽ ടിക്ക് ചെയ്ത് നോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ എല്ലാവരെയും പഠിക്കണ്ടേ അല്ലേ? അപ്പോൾ ഇനി എന്താണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലേ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡായി. ദെൻ നമുക്കിപ്പോൾ എന്താണ്, നാഷണൽ ഗ്യാപ്പിനകത്ത് ആരും പഠിക്കാം, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും പഠിക്കാം കേട്ടോ. അപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും IASഉം കുറേ കേസിൽ എന്താണ് ഒരു ഇതാണ്, കുറച്ച് എക്സംഷൻ കേസസ് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം ഒരേപോലെ നമുക്ക് പറയാൻ പറ്റും. ഇന്ത്യൻ IAS 1 എന്താ പറയുന്നത്, ഫിനാൻഷ്യൽ പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണേ, ഇതൊക്കെ എക്സാമിന് ചോദിക്കും. ഇന്ത്യൻ IAS 1 പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. 2 എന്താ പറയുന്നത്, ഇൻവെൻറ്ററീസ് ആണ് പറയുന്നത്. ഇൻവെൻറ്ററീസ് കണ്ടോ, ഇവിടെ മാറി 3 ആ ക്യാഷ് ഫ്ലോ, പക്ഷേ ഇവിടെ എന്തായി 7 ആയി അല്ലേ? സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ് 7 പറയുന്നത്. സോ 8 എന്താണ്, അക്കൗണ്ടിങ് പോളിസീസ്, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ആൻഡ് എറേഴ്സ് കേട്ടോ. അപ്പോൾ ഇത് IAS 1ഉം IAS 2ഉം എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ് കേട്ടോ. IAS 1, IAS 2 ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഇതിൽ നമുക്ക് എന്താണ്, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇതേ നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെയും നമുക്ക് പറയാം കേട്ടോ. Then 10 events after the reporting period. Events after the reporting period. 12 income tax. Income tax ചോദിച്ചിട്ടുണ്ട്. 16 property plant equipment. 19 എന്താ, employee benefits ആണ്. 20 accounting for government grants and disclosure of government assistance.
21 എഫക്റ്റ് ഓഫ് ചേഞ്ചിങ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് നോട്ട് ചെയ്യുക. 23 ബോറോവിങ് കോസ്റ്റ്, ഇതൊക്കെ നമുക്ക് ചോദിക്കാം. ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. Then 24 related party disclosure. Then 26 accounting and reporting by retirement benefit plans. 27 separate financial statements. Then 28 ഒന്ന് നോട്ട് ചെയ്തോണേ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അസോസിയേറ്റ്സ് ആൻഡ് ജോയിൻറ്റ് വെഞ്ചേഴ്സ്. 29 ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ ഹൈപ്പർ ഇൻഫ്ലേഷണറി എക്കണോമീസ്. Then 32 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്രസൻറ്റേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് പ്രധാനപ്പെട്ടത് 33 ഉണ്ട് കേട്ടോ, ഏർണിംഗ് പെർ ഷെയർ. ദെൻ 34 ഇൻറ്റീരിയം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. 36 ഇമ്പയർമെൻറ്റ് ഓഫ് അസറ്റ്സ്. ദെൻ പ്രൊവിഷൻസ്, കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിജൻറ്റ് അസറ്റ്സ്. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ് 38 പറയുന്നുണ്ട്. അപ്പോൾ ചിലതിൽ നമുക്കിപ്പോൾ ഈ ഒരു 34, 36, 37, 38 ഒന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. സോ ദെൻ 14 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി. ദെൻ 41 അഗ്രികൾച്ചർ. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് IASഉം ഇന്ത്യൻ IASഉം വരുന്ന കേസുകൾ കോമൺ ആയിട്ടുള്ളതുണ്ട് കേട്ടോ. സോ ഇത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മാത്രമാണ്, അത് IFRSൽ നിന്ന് എന്ത് ചെയ്തിട്ടുള്ളതാണ്, അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ പറയുന്നതല്ല. സോ ഇന്ത്യൻ IAS 101 ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ഓഫ് ഇൻ്റർനാഷണൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ദെൻ നോട്ട് 2 ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ്. ദെൻ നോട്ട് 3 ബിസിനസ് കോമ്പിനേഷൻസ്. ദെൻ ഇൻഷുറൻസ് കോൺട്രാക്ട്. ദെൻ Note 5 non-current asset held for sale and discontinued operations. Then Note 6 exploration for and evaluation of mineral resources. Then Note 7 financial instrument disclosure ആണ്. Then Note 8 operating statements. അപ്പോൾ ഇതാണ് ഞാനിതിപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് നമ്മൾ IFRSൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള, അഡോപ്ഷൻ അല്ല ശരിക്കും എന്താണ്, കൺവേർജ്ഡ് IFRS ആണ്. Then Note 9 financial instruments. 110 consolidated financial statements. 111 joint arrangements. 12 disclosure of interest in entities. Then 113 fair value measurement. 140 regulatory deferral accounts. Then 150 revenue from contract with the customers. അപ്പോൾ നമ്മൾ അതിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സും കൂടെ കമ്പൈൻ ചെയ്തതാണ് ഇന്ത്യൻ IAS എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് അവിടെ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ IFRSലും വരുന്നത്. ചില എക്സംഷൻസ് ഉണ്ടെന്നേ ഉള്ളൂ. സോ IFRS 1 നമ്മളിവിടെ തൊട്ട് മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഈ ഒരു കേസ് അവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇല്ലേ, 101 നോക്കിക്കേ, ഇത് തന്നെ സെയിം തന്നെയല്ലേ നമ്മളിവിടെയും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇന്ത്യൻ IAS 101, 2, 3 അതേ ലിസ്റ്റ് തന്നെയാണ് ഇവിടെ IFRS നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ കംപ്ലീറ്റ്ലി ഇല്ല, നമ്മളതിൻ്റെ അതിൽ നമ്മൾ എന്താണ് അതിൻ്റെ അകത്ത് നമ്മൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും IFRS എന്ത് ചെയ്താണ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അതിൻ്റെ ലിസ്റ്റും ഈ ലിസ്റ്റും കൂടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആവും കേട്ടോ. സോ ഹിയർ 9 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ജോയിൻറ്റ് അറേഞ്ച്മെൻറ്റ്സ്, 12 ഡിസ്ക്ലോഷർ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അതർ എൻറ്റിറ്റീസ്, ഫെയർ വാല്യൂ മെഷർമെൻറ്റ്, റെഗുലേറ്ററി ഡെഫറൽ അക്കൗണ്ട്, റവന്യൂ ഫ്രം കോൺടാക്ട് വിത്ത് കസ്റ്റമേഴ്സ്. ഒന്ന് നോക്കിക്കേ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതിൽ ഇത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇന്ത്യൻ IASൽ, പക്ഷെ നമ്പർ വ്യത്യാസമുണ്ട് അല്ലേ. അവിടെ 101 തൊട്ടാണ് തുടങ്ങുന്നത്, പക്ഷേ ഇവിടെ നമ്മൾ IFRS 1, 2, 3 ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ സോ അത് എന്ത് ചെയ്യുക, ഒരേപോലെയുള്ളത് ഒരുമിച്ച് ഒരു ചാർട്ട് പോലെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. സോ ഹിയർ സോ IFRS 16 എന്ത് പറയുന്നത്, ലീസസ് പറയുന്നത്. ഇൻഷുറൻസ് കോൺട്രാക്റ്റ്, ലീസസ് ഒക്കെ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളിത് കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മളിത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് പിടികിട്ടുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, IAS, IFRS. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രീ റിവൈസ്ഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ടല്ല. നിങ്ങൾ ആ ലിസ്റ്റ് ചെയ്തത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ദെൻ
പിന്നെ എന്താണ് IFRS കൊടുത്തിട്ടുണ്ട്, അതുപോലത്തെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം സിമിലാരിറ്റീസ് ഉണ്ട് കേട്ടോ. ഇതിനെല്ലാം എന്തുണ്ട്, ഒരു സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, സോ താങ്ക് യു.